വായിക്കൂ കേക്കട്ടെ. ബിഗ് ബേർഡ് വായിക്കും. Heaviest satellite built in India, GSAT-11. Application: high-speed internet connectivity communication. Weight of GSAT-11, 5854 kilogram. GSAT-11 launched on 5th December 2018 from Coro, French Guiana. Launch vehicle of GSAT-11, Ariane 5VA 246. GSAT-11 is also called as Big Bird. Second heaviest satellite built in India, GSAT-17, 3477 kilogram. Launched from French Guiana on 29th June 2017. യെസ്, നോക്കൂ. ബിഗ് ബേർഡ് എന്നറിയപ്പെടുന്ന ഒരു സാറ്റലൈറ്റ് ഉണ്ട്. ഇതിന്റെ പേരെന്താ? GSAT-11. GSAT-11ന്റെ അപരനാമധേയമാണ് ബിഗ് ബേർഡ്. അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. ബിഗ് ബേർഡിന്റെ ഉപയോഗം എന്താ? ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റിയാണ് ഈ സാറ്റലൈറ്റ് കൈകാര്യം ചെയ്യുന്നത്. ഇതിന്റെ വെയിറ്റ് എത്രയാണ്? 5854. Weight of GSAT-11, 5854. GSAT-11 launched on the 5th December 2018. 6th ഡിസംബറിന്റെ പ്രത്യേകത എന്താ? 6th ഡിസംബറിന്റെ പ്രത്യേകത എന്താ? ഒന്ന്, ബാബറി മസ്ജിദ് ഡെമോളിഷൻ, കേട്ടോ. രണ്ടാമത്, ഡോക്ടർ അംബേദ്കർ പാസ്ഡ് അവേ. അതിൻ്റെ ഒരു ദിവസം മുമ്പേ, 5th December 2018. ഓക്കെ. GSAT-11 launched on the 5th December 2018. ബാബറി മസ്ജിദ് ഡെമോളിഷൻ ഡേയുടെ ഒരു ദിവസം മുന്നേ. എവിടുന്നാ? ഫ്രം ഖൗറു, ഫ്രഞ്ച് ഗുയാന. ഇന്ത്യയിൽ നിന്നല്ല അയച്ചിട്ടുള്ളത്, ഫ്രഞ്ചിൽ നിന്നാണ് അയച്ചിട്ടുള്ളത്, കേട്ടോ. ഓക്കെ. ലോഞ്ച് വെഹിക്കിൾ GSAT-11 ഏതാണ്? ഏരിയൽ 5VA 246ലാണ് ഏതയച്ചിട്ടുള്ളത്? GSAT-11 അയച്ചിട്ടുള്ളത്. ഓക്കെ. ഓക്കെ. GSAT-11 ഈസ് ഓൾസോ കോൾഡ് ആസ് ബിഗ് ബേർഡ്. GSAT-11 എന്തെന്ന് വിളിക്കും? ബിഗ് ബേർഡ്. ബിഗ് ബേർഡ്. ദ നിക് നെയിം ബിഗ് ബേർഡ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പം തരും, ഓപ്ഷൻ തരും. ഓക്കെ. ദ സെക്കൻഡ് ഹെവിയസ്റ്റ് സാറ്റലൈറ്റ് ബിൽറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യ നിർമ്മിച്ച രണ്ടാമത്തെ ഹെവിയസ്റ്റ് സാറ്റലൈറ്റ് ഏതാണ്? GSAT-17 ആണ്. ഓക്കെ. 3477 കിലോഗ്രാമാണ് അതിൻ്റെ വെയിറ്റ്. ഇതും എവിടെ നിന്നാണ്? ഫ്രഞ്ച്. ലോഞ്ച് ഫ്രം ഫ്രഞ്ച് ഗുയാനയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. അതിൻ്റെ ഡേറ്റ് 29 June 2017 ആണ്. മനസ്സിലായോ? യെസ്. സൈക വായിച്ചേ കേക്കട്ടെ. ബിഗ് ബേർഡ്. യെസ്. Built in India. GSAT-11. Applications: high speed internet connectivity and communication. Yes. Weight of GSAT-4. GSAT-11 on 5th December 2018, Corfu, French Guiana. Launch GSAT-11 in 5E246. GSAT-11 is also Big Bird. Second heaviest satellite built in India. GSAT-3 launched on 29th. യെസ്. റെഡി. അടുത്തത് ISRO at 100. ISROയ്ക്ക് എത്ര വർഷമായി? 100ാമത്തെ സാറ്റലൈറ്റ് അല്ലേ? എത്ര വർഷമല്ല, 100ാമത്തെ സാറ്റലൈറ്റ്. The 100 satellites successfully placed by ISRO. ISRO എന്ന് പറഞ്ഞാൽ എന്താ?
Indian Space Research Organization. അതെ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇൻ ദ ഓർബിറ്റ് കർട്ടോസാറ്റ് 2F. ആ 100ാമത്തെ സാറ്റലൈറ്റിന്റെ പേരെന്താ? Cartosat 2F. കാർട്ടോസാറ്റ് 2F എന്ന 12th January 2018. 2018 2ാമത്തെ ജാനുവരിയിലാണ് ഇത് അയച്ചത്. ലോഞ്ച് വെഹിക്കിൾ ഓഫ് 100 സാറ്റലൈറ്റ് PSLV C40. ഏതാണ് കൊണ്ടുപോയത്? PSLV C40 ആണ് 100ാമത്തെ വെഹിക്കിൾ. മനസ്സിലായോ? ദ 100th സ്പേസ് മിഷൻ ISRO PSLV C21. 100 സ്പേസ് മിഷൻ നടത്തിയത് ഏതാണ്? PSLV C21. ഇത് ലോഞ്ച് ചെയ്തെന്നാണ് 9th September 2012. മാറിപ്പോകരുത്. പിടികിട്ടിയോ? യെസ്. അടുത്തത്. In the 101 mission of ISRO is PSLV C20. 101ാമത്തെ മിഷൻ ISROയുടെ ഏതായിരുന്നു? PSLV C20 ആയിരുന്നു. മനസ്സിലായോ? അപ്പൊ രണ്ടാളും ഒന്ന് വായിച്ചേ. ISRO 100. The 100th satellite is successfully placed by ISRO in the orbit Cartosat 2F, 12th January 2018. Launch vehicle of the 100th satellite PSLV C40. The 100th space mission of ISRO PSLV C21 launched on 9th September 2012. The 101th mission of ISRO PSLV C20. ISRO at 100. The 100th satellite successfully placed by ISRO in the orbit Cartosat 2F on 12th January 2018. Launch vehicle of 100th satellite PSLV C40. The 100th space mission of ISRO PSLV C21 launched on 9th September 2012. The 101 mission of ISRO PSLV C20. Yes, ready? Yes, അടുത്ത നോക്കൂ. PSLV 43, PSLV C43 HISIS മിഷൻ. എന്ത് മിഷൻ? HISIS mission. HISIS മിഷൻ. നോക്കൂ. The launch vehicle of ISRO that successfully placed to orbit India's hyperspatial imaging satellite. ഫോട്ടോ എടുത്ത് നല്ല ഇമേജോട് കൊടുക്കുന്ന സാറ്റലൈറ്റിനെയാണ് ആര് വിക്ഷേപിച്ചത്? നമ്മൾ വിക്ഷേപിച്ചത്. എവിടെയാണ്? ഇന്ത്യാസ് ലോഞ്ച് വെഹിക്കിൾ ISRO that successfully placed into orbit ഇന്ത്യാസ് ഹൈപ്പർ സ്പെഷ്യൽ ഇമേജിംഗ് സാറ്റലൈറ്റിനെയാണ് ഹൈസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹൈപ്പർ എന്തോന്ന്? സ്പെക്ട്രൽ ഇമേജിംഗ് സാറ്റലൈറ്റ് HISIS. ആൻഡ് 30 ഇൻ്റർനാഷണൽ കോ പാസഞ്ചേഴ്സ് സാറ്റലൈറ്റ്. 30 ഇൻ്റർനാഷണൽ കോ പാസഞ്ചർ സാറ്റലൈറ്റിനെയും കൂടി ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അയച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഓക്കെ. ഇതാണ് ഏതാ? PSLV C43 യിലാണ് 40th മിഷൻ ഓഫ് PSLV. 45th മിഷൻ. PSLVയുടെ 45ാമത്തെ മിഷൻ ആയിരുന്നു ഏത്? PSLV 43. ഓക്കെ. HISIS was launched on the 29th November 2018. HISIS ലോഞ്ച് ചെയ്തത് 29 നവംബർ 2018. എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ്. ഇതെവിടെയാണുള്ളത്? ഏത് സംസ്ഥാനത്താണ്? കർണാടക. HISIS ഈസ് ആൻ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. ഇതെന്തിനു വേണ്ടിയുള്ളതാണ്? ഭൂമിയെ കാണുന്നതിന് വേണ്ടിയുള്ള സാറ്റലൈറ്റാണ്. എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്. മനസ്സിലായോ? യെസ്.
അപ്പോൾ വായിക്കൂ കേൾക്കട്ടെ. PSLV C-43 HISIS mission, the launch vehicle of ISRO that successfully placed into orbit India's hyperspectral imaging satellite and 30 international co-passenger satellites. PSLV C-43, 45th mission of PSLV. HISIS was launched on 29th November 2018 from Satish Dhawan Space Center, Sriharikota. HISIS is an Earth observation satellite. PSLV C-43 or HISIS mission, the launch vehicle of ISRO that successfully placed into orbit India's hyperspectral imaging satellite HISIS and 30 international co-passenger satellites. PSLV C-43 was the 45th mission of PSLV. HISIS was launched on 29th November 2018 from Satish Dhawan Space Center, Sriharikota. HISIS is an Earth observation satellite. യെസ്, നെക്സ്റ്റ് പേജ്. ഏതാണ്? കലാം സാറ്റ്. അബ്ദുൽ കലാമിൻ്റെ പേരിൽ ബഹുമാനാർത്ഥമുള്ള സാറ്റലൈറ്റ് കലാം സാറ്റ്. ഓക്കെ, എന്താണ് കലാം സാറ്റ്? നോക്കൂ. ദ വേൾഡ്സ് ലൈറ്റസ്റ്റ് സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യ. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടതും ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞതുമായ സാറ്റലൈറ്റ് സീരീസാണ് കലാം. ഓക്കെ, കലാം സാറ്റ് V2 1.26 കിലോഗ്രാം മാത്രമേ ഉള്ളൂ. കലാം സാറ്റ് V2. കലാം സാറ്റ് V2 വാസ് ഡെവലപ്ഡ് ബൈ സ്പേസ് കിഡ്സ് ഇന്ത്യ, ചെന്നൈ. ഇന്ത്യയിലെ സ്പേസ് കിഡ്സ് എന്നറിയപ്പെടുന്ന ചെന്നൈയിലെ സ്ഥാപനമാണ് എന്തുണ്ടാക്കിയത്? കലാം സാറ്റ് ഉണ്ടാക്കിയത്. കലാം സാറ്റ് V2. ഓക്കെ, എ സ്റ്റുഡൻറ്റ് payload first to use 4th stage of PSLV as orbital platform. അതിൽ ഒരു സ്റ്റുഡൻ്റാണ് എന്ത് ചെയ്തത്? ഈ ഫസ്റ്റ് യൂസ് ദി 4th സ്റ്റേജ് ഓഫ് PSLV ഓർബിറ്റൽ പ്ലാറ്റ്ഫോം. ഓക്കെ, പിടികിട്ടിയോ? സ്റ്റുഡൻറ്റ് പ്ലേലോഡ്. അടുത്തത് കലാം സാറ്റ് 64 ഗ്രാം, ആകെ 64 ഗ്രാം മാത്രം ഭാരമുള്ളൊരു സാറ്റലൈറ്റ്. ആൻഡ് ജയ്ഹിന്ദ് 1S 33.9 ഗ്രാം മാത്രമുള്ള ഒരു കൃത്രിമ ഉപഗ്രഹം. വെയർ ദ സാറ്റലൈറ്റ് ലൈറ്റർ ദാൻ കലാം സാറ്റ്. കലാം സാറ്റിനേക്കാളും വെയിറ്റ് കുറഞ്ഞതാണ്. ഏതാ? ജയ്ഹിന്ദ് 1S അല്ലേ? കലാം സാറ്റ് എത്രയുണ്ട്? 64 ഗ്രാം ഉണ്ട്. അത് V2, കലാം സാറ്റ് V2 വിച്ച് ഡിഡ് നോട്ട് റീച്ച് ദെയർ ഓർബിറ്റ്. കലാം സാറ്റ് V2 എന്ത് ചെയ്തില്ല? ഓർബിറ്റിൽ എത്തിയില്ല അല്ലേ? അപ്പോൾ ഓർബിറ്റിൽ എത്താതിരുന്നപ്പോൾ എന്ത് ചെയ്തു? അടുത്ത അയച്ചു, ജയ്ഹിന്ദ് 1S അയച്ചു. 33.39 ഗ്രാം മാത്രമുള്ള ജയ്ഹിന്ദിനെ അയച്ചു. ജയ്ഹിന്ദ് എത്തി. ഓക്കെ, യെസ്, വായിക്കൂ. CalamSat, world's lightest satellite launched by India. CalamSat V2, 1.26 kilogram. CalamSat V2 was developed by Space Kids India, Chennai. A student payload first to use 4th stage of PSLV as orbital platform. CalamSat 64 gram and Jaihind 1S 33.39 gram were the satellites lighter than CalamSat V2 which did not reach their orbits. CalamSat, world's lightest satellite launched by India. CalamSat V2 1.26 kilo. CalamSat V2 was developed by Space Kids India, Chennai. A student payload first to use 4th stage of PSLV as orbital platform. CalamSat 64 gram and Jaihind 1S 33.39 gram were the satellites lighter than CalamSat V2 which did not reach their orbits. യെസ്, ഇനി UN റിലേറ്റഡ് ക്വസ്റ്റ്യൻ. UN എന്ന് പറഞ്ഞാൽ എന്താ? സാർ, ഒരു ഡൗട്ട് ഉണ്ട്. എന്താണാവോ? അപ്പൊ ഈ വേൾഡിലെ ഏറ്റവും ലൈറ്റസ്റ്റ് സാറ്റലൈറ്റ് ചോദിച്ചാൽ കലാം സാറ്റ് ആണോ എഴുതണ്ടേ അല്ലെങ്കിൽ ഇതാണോ എഴുതണ്ടേ? ജയ്ഹിന്ദ് 1S ആണോ എഴുതണ്ടേ?
വേൾഡ്സ് ലൈറ്റസ്റ്റ് സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യ ഈസ് കലാം സാറ്റ് V2 1.25 കിലോഗ്രാം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കലാം അതിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം നോക്കിയതാ ജയ്ഹിന്ദ് 1S 33.39 ഗ്രാം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതാ ചെറുത്? ഇത് ജയ്ഹിന്ദ്. അപ്പോൾ ജയ്ഹിന്ദ് എന്ന് ഈ കലാം സാറ്റ് സീരീസ് ആണ് ഇതെല്ലാം. ജയ്ഹിന്ദ് പോലെ അടക്കമുള്ളതെല്ലാം കലാം സാറ്റ് സീരീസ് ആണ്. ഓക്കെ. അതിലെ ഏറ്റവും വെയിറ്റ് കുറഞ്ഞതാണ് ജയ്ഹിന്ദ് 1S. ഓക്കെ. കാരണം കലാം സാറ്റ് തന്നെ 64 ഗ്രാം കാണുന്നതിൽ കണ്ടില്ലേ? അപ്പോൾ അത് കലാം സാറ്റിന്റെ സീരീസിൽ പെടുന്നതാണ്. അപ്പോൾ ജയ്ഹിന്ദ് 1S തന്നില്ലെങ്കിൽ കലാം സാറ്റ് തന്നെ എഴുതണം. ഓക്കെ, മനസ്സിലായോ? ശരി. UN റിലേറ്റഡ് ക്വസ്റ്റ്യൻ. എന്തുവാ UN? യുണൈറ്റഡ് നേഷൻ. അതെ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ്. ദ UN നേഷൻ ഓർഗനൈസേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡാഷ്. എന്നാണിത് ഉണ്ടാക്കിയത്? 1945. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ? ഇല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി വന്നപ്പോഴത്തേനും ലോകത്തിന് പുരോഗതി കഴിഞ്ഞുപോയി അല്ലേ? അടുത്തത് എന്താണ്? ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് UN. യുഎൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂയോർക്ക് സിറ്റി. അടുത്തത് പ്രീഡിസേഴ്സ് ഓഫ് UN മുമ്പേ ഉണ്ടായ സംഘടനയുടെ പേരെന്താണ്? എന്താണ്? UN മുമ്പേ ഉണ്ടായ സംഘടനയുടെ പേരെന്താണ്? ലീഗ് ഓഫ് നേഷൻസ്. ലീഗ് ഓഫ് നേഷൻസ് പരാജയപ്പെട്ടത് കൊണ്ടാണ് UN ഉണ്ടായത്. മനസ്സിലായോ? അടുത്തത് UN ജനറൽ സെക്രട്ടറി സെലക്ടഡ് ബൈ ഡാഷ്. UN ജനറൽ സെക്രട്ടറി ആരാണ് തിരഞ്ഞെടുക്കുന്നത്? ആരാണ്? ജനറൽ അസംബ്ലി ഓൺ റെക്കമെൻഡേഷൻ ഓഫ് സെക്യൂരിറ്റി കൗൺസിൽ. സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്ന UN-യുടെ ബോഡി ഒരാളെ നോമിനേറ്റ് ചെയ്യും. അത് ജനറൽ അസംബ്ലിയിൽ എന്ത് ചെയ്യും? തെരഞ്ഞെടുപ്പ് നടത്തും. അങ്ങനെയാണ് ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ. വീറ്റോ പവർ ഈസ് വെസ്റ്റഡ് ടു ഡാഷ്. വീറ്റോ പവർ ഉള്ളത് ആർക്കാണ്? പെർമനന്റ് മെമ്പേഴ്സിന് മാത്രം. ഇന്ത്യ പെർമനന്റ് മെമ്പർ ആണോ? അല്ല, ഇതുവരെ അല്ല കേട്ടോ എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ നോക്കാം കേട്ടോ. യെസ്. അപ്പോൾ ഒന്ന് വായിച്ചേ കേൾക്കട്ടെ. 1. The United Nations Organization was established in 1945. 2. Headquarters of United Nations at New York. 3. The predecessor of UN. Predecessor. Yes. Of UN League of Nations. 4. UN Secretary General is elected by General Assembly on recommendation of the Security Council. 5. Veto power is vested to permanent members of UN. UN related questions. 1. The United Nations Organization was established in the year 1945. Headquarters of UN, New York. The predecessor of UN, League of Nations. 4. UN Secretary General is elected by General Assembly on recommendation of Security Council. 5. Veto power is vested to permanent members of UN. Any doubt? No. Yes. Which organization of United Nations deal with child welfare? ചൈൽഡ് വെൽഫെയറുമായി ബന്ധപ്പെട്ട സംഘടനയുടെ പേരെന്താണ്? യുണിസെഫ്. യുണിസെഫിന്റെ ഫുൾ ഫോം എന്തുവാ? യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ കൗൺസിൽ. യുണൈറ്റഡ് നാഷൻ ഇന്റർനാഷണൽ ഫണ്ട്. യുണൈറ്റഡ് നാഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്. അറിയില്ല. അപ്പോൾ നമുക്ക് ഗൂഗിളിനോട് ചോദിച്ചോളാം. എനിക്കും ഡൗട്ടാണ് കേട്ടോ. യുണിസെഫ് CEF അല്ലേ?
ആ ആ യുണൈറ്റഡ് നാഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. യെസ്, യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്, യൂണിസെഫ്. യുനെസ്കോയോ? യുനെസ്കോ നമുക്ക് ഇന്നലെ പറഞ്ഞല്ലോ. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ. യുനെസ്കോ എന്ന് പറഞ്ഞാൽ എന്താ? യുനെസ്കോ യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. അത് തന്നെ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ, യുനെസ്കോ. ILOയോ? ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അതെ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. വാട്ട് ഈസ് ജനറൽ അസംബ്ലി? ജനറൽ അസംബ്ലി UN-ലെ പ്രധാന തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ആരാണ്? ജനറൽ അസംബ്ലിയാണ്. മനസ്സിലായോ? യെസ്. അടുത്തത്, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലേ? ജനീവ. എവിടെയാണ്? എന്തുവാ? ജനീവ. ജനീവ. യെസ്, സമ്മതിച്ചു. 7 ജനീവ. അടുത്തത്, വാഷിങ്ടൺ DC എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിന്റെ തലസ്ഥാനമാ? ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട്. വാഷിങ്ടൺ DCയോ? അമേരിക്കയുടെ ക്യാപിറ്റലാണ് വാഷിങ്ടൺ DC. ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ എന്നാണ് DC എന്നറിയപ്പെടുന്നത്. കേട്ടോ? ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് IMF. IMF എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട് അല്ലേ? മോണിറ്ററി ഫണ്ട്. മോണിറ്ററി ആണോ? IMFന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടാ? വാഷിങ്ടൺ DC, USA. യെസ്, USA-യിലെ വാഷിങ്ടൺ DC ആണ്. അതാണ് അമേരിക്കയുടെ തലസ്ഥാനം. അതിനെ ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ എന്നാണ് DC അറിയപ്പെടുന്നത്. ഓക്കെ. അടുത്തത് 9ാമത്തത്, ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ILO എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലാൻഡ്. ജനീവ എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലുള്ള ജനീവ. അടുത്ത്, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്റർപോൾ. എന്താണ് ഇന്റർപോൾ എന്ന് പറഞ്ഞാൽ? ഇന്റർനാഷണൽ പോലീസ്. ഇന്റർനാഷണൽ പോലീസ് എന്ന് പറഞ്ഞാൽ മതിയോ? സരികെ എനിക്ക് അത്ര അറിയുള്ളൂ. അങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടുമോ? ഇല്ല. ഇന്റർപോൾ. ഇന്റർപോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ. എന്താണ്? ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ. ഇന്റർപോൾ. അടുത്ത്, ഇതെവിടെയാണ് ഇന്റർപോളിന്റെ ആസ്ഥാനം? ലയോൺസ്. ലയോൺസ്. അടുത്ത് നോക്കൂ, ദ പ്രസന്റ് സെക്രട്ടറി ജനറൽ ഓഫ് യുണൈറ്റഡ് നേഷൻസ്. അത് നമുക്ക് ഇപ്പൊ പഠിക്കണ്ട, കറണ്ട് അല്ലേ? കറണ്ട് അഫയേഴ്സ് ഒക്കെ പരീക്ഷ എടുക്കാൻ കാഴ്ചയാൽ മതി. അതവിടെ കിടക്കട്ടെ. അടുത്ത്, ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി. യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. അതാരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റ് ആരായിരുന്നു? നല്ല പരിചയമുണ്ടല്ലേ? ചെറുനല്ലൂരുകാരിയാ. പണ്ഡിറ്റ് കറുപ്പന്റെ പണ്ഡിറ്റ് കറുപ്പന്റെ അല്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരി. ജവഹർലാൽ നെഹ്റുവിന്റെ സിസ്റ്റർ. വിജയലക്ഷ്മി പണ്ഡിറ്റ്. ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് UN ജനറൽ അസംബ്ലി, വിജയലക്ഷ്മി പണ്ഡിറ്റ്. മനസ്സിലായോ?
അപ്പോൾ അതൊന്ന് വായിച്ചാൽ കേൾക്കട്ടെ. 6. Which organization of United Nations deal with the child welfare? UNICEF. 7. Headquarters of World Trade Organization, Geneva. 8. Headquarters of IMF, Washington, D.C., USA. 9. The headquarters of International Labour Organization is at Geneva, Switzerland. Yes. 10. Headquarters of Interpol, Lyons. First woman president of UN General Assembly, Vijayalakshmi Pandit. Yes. 6. Which organization of the United Nations deals with child welfare? UNICEF. Headquarters of WTO, Geneva. Headquarters of IMF, Washington, D.C., USA. 9. Headquarters of International Labour Organization, ILO, is at Geneva, Switzerland. 10. Headquarters of Interpol, Lyons. First woman president of UN General Assembly, Vijayalakshmi Pandit. വിജയലക്ഷ്മി പണ്ഡിറ്റ്. അടുത്തത് എന്താണ്? വിച്ച് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ബ്രിക്. ബ്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗത്ത് കൊറിയ അതിന്റെ മെമ്പർ അല്ല. ബ്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അടി കൊടുത്തിട്ടുണ്ടല്ലോ. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. കേട്ടില്ല. അതിന്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് സർ. കിടപ്പുണ്ടല്ലേ? ആ, എന്താണ്? പറയാൻ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക തമ്മിലുള്ള ഒരു അസോസിയേഷനെയാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. ബ്രിക് എന്ന് പറഞ്ഞാൽ കട്ട. ബ്രിക്സ് ഉച്ചകോടി എന്നൊക്കെ കേട്ടായിരുന്നു. ആ, ബ്രിക് ഉച്ചകോടി. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഇത് തരുന്ന എങ്ങനെയാണെന്നറിയാമോ? ബ്രിക്സിൽ ഇല്ലാത്ത രാജ്യം. ഇത് കണ്ടോ? വിച്ച് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ബ്രിക്സ്. കണ്ടോ? മനുഷ്യനെ തെറ്റിക്കാനായിട്ട്. മനുഷ്യന് പണി തരും. ഏതൊക്കെയാണ് ബ്രിക്സിലുള്ളത്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. അപ്പോൾ സൗത്ത് കൊറിയ എന്നാണ് തന്നേക്കുന്നത്. സൗത്ത് എന്ന് പഠിച്ചുകൊണ്ട് പോകുന്നതിന് പണി കിട്ടും കേട്ടോ. സൗത്ത് ആഫ്രിക്ക. അടുത്ത നോക്കിയേ. യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റി UNU ഈസ് അറ്റ് ഡാഷ്. യുണൈറ്റഡ് നേഷൻ്റെ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ടോക്കിയോ, ജപ്പാൻ. ടോക്കിയോ ജപ്പാന്റെ ക്യാപിറ്റലാണെന്ന് തോന്നുന്നു ടോക്കിയോ കേട്ടോ. നോക്കണേ. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയാണ്. ദ സീറ്റ് ഓഫ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ICC അല്ലേ? ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ന്റെ തലസ്ഥാനം എവിടെയാണ്? ഹേഗ്. ഇതാണ് ഹേഗ്. എങ്ങനെയാണ് അത് പ്രൊണൗൺസ് ചെയ്യുന്നത് കേട്ടോ? ഹേഗ്. The international court, the seat of international criminal court is at the Hague. International court is not a court എന്നാ പറയുന്നത് കേട്ടോ. ഇല്ല, അത് വെറുതെ ഇങ്ങനെ ആഡംബരത്തിന് വെച്ചേക്കുന്ന സാധനമാണ്. The term of office of the judge of international criminal court is at dash years. ഒരാൾക്ക് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയിൽ എത്ര വർഷം ഇരിക്കാം? ജഡ്ജിയായിട്ട് എത്ര വർഷം ഇരിക്കാം? 9 years. 9 വർഷം. എന്നെന്തോ വേണം. അടുത്തത്. The International Criminal Court came into existence in dash year. ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി ഏത് വർഷമാണ് വന്നത്? ഏത് വർഷം വന്നേ? 2002. 2002. അടുത്ത്. ഇന്റർനാഷണൽ ട്രേഡ് ഈസ് റെഗുലേറ്റഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ ട്രേഡ് ആരാണ് നിയന്ത്രിക്കുന്നത്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഗാട്ട് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? GATT കണ്ടോ? എന്താണ്? ജനറൽ അഗ്രിമെന്റ് ഫോർ ട്രേഡ്സ് ആൻഡ് ടാരിഫ്. ഇന്ത്യക്കകത്തേക്ക് വന്ന് കച്ചവടം ചെയ്യുന്നവർക്കും ഇന്ത്യ പുറത്തേക്ക് പോയി കച്ചവടം ചെയ്യുന്നവരുടെയും ട്രേഡും ടാരിഫിനെയും കുറിച്ച് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന കരാറാണ് ഗാട്ട് കരാർ. ജനറൽ അഗ്രിമെന്റ് ഫോർ ട്രേഡ്സ് ആൻഡ് ടാരിഫ്. UNO എന്ന് പറഞ്ഞാൽ എന്താ? യുണൈറ്റഡ് നേഷൻസ്
ഓർഗനൈസേഷൻ. UNCTAD എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇല്ല. UNCTAD അങ്ങനല്ലേ? ആ, എന്താണ് സാധനം? യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. എന്താണ്? യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് മാത്രം പഠിച്ചാൽ മതി. UN അവിടെ കിടപ്പുണ്ടല്ലോ, നമുക്കറിയാലോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാ? ഇന്റർനാഷണൽ ട്രേഡ് ഈസ് റെഗുലേറ്റഡ് ബൈ ദ ഫോളോയിങ് ഓർഗനൈസേഷൻ. ഏതാണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അടുത്ത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഈസ് സക്സസർ ഓഫ് ഡാഷ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ മറ്റൊരാൾ കഴിഞ്ഞിട്ട് വന്ന സാധനമാണ്. സക്സസ്. ഏതാണ് സക്സസർ? IMF. 16 അല്ലേ? ഗാട്ടാണ്. ജനറൽ അഗ്രിമെന്റ് ഫോർ ട്രേഡ്സ് ആൻഡ് ടാരിഫ്. അതിനെ വിജയപ്രാപ്തിയിൽ എത്തിച്ചതിന് ശേഷമാണ് എന്ത് വരുന്നത്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വരുന്നത്. ഓക്കെ. അടുത്തത് IMF എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. നാമോ? അറിയാൻ പാടില്ല. നാം നാഷണൽ ഏജൻസി ഫോർ മോണിറ്ററിംഗ്. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. സഖ്യമില്ലാത്ത മൂവ്മെന്റ്. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. ആരാ എൻ്റെ പ്രൊപ്പഗാൻഡർ? ചേരാ നയം. ആരുടെയാ? നെഹ്റു. കേട്ടോ? നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ബൈ നെഹ്റു. ചേരാ നയം. അടുത്ത എന്തുവാ സാധനം? GATS. എന്തുവാ സാധനം? നമുക്കൊരു പണി തന്നാ കേട്ടോ. GATS എന്താണ്? ദ ജനറൽ അഗ്രിമെന്റ് ഫോർ ട്രേഡ്സ് ആൻഡ് സർവീസ്. GATT എന്തുവാ? ജനറൽ അഗ്രിമെന്റ് ഫോർ ട്രേഡ് ആൻഡ് ടാരിഫ്. GATS എന്ന് പറഞ്ഞാൽ ജനറൽ അഗ്രിമെന്റ് ഫോർ ട്രേഡ്സ് ആൻഡ് സർവീസ്. പിടികിട്ടിയോ? ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് റെഡ് ക്രോസ്? ആരാ? ഹെൻറി ഡുനാന്റ്. നമ്മൾ മുമ്പേ പഠിച്ചില്ലേ? പഠിച്ചു. അത് നമ്മളെ 2 തവണ പഠിപ്പിക്കുകയാണ് അവർ. ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് റെഡ് ക്രോസ്? അടുത്ത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ ഈസ് പോപ്പുലർലി കാൾഡ് വേൾഡ് ബാങ്ക്? ലോക ബാങ്ക് എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? ഏതാണ്? ഇന്റർനാഷണൽ ബാങ്ക് ഓഫ് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. യെസ്. IBRD. എന്താണ്? IBRDA ആണ് വേൾഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഈ ബാങ്കിൽ നിന്ന് കടമെടുത്ത എല്ലാവരും ഇപ്പൊ പട്ടിണിയില്ല. ആ രാജ്യങ്ങൾ മൊത്തം. അത് നല്ല ഡെവലപ്മെന്റ്. അത് എങ്ങനെ കൊള്ളാമോ? യെസ്, വായിച്ചേ. Which is not a member of BRICS? South Korea. BRICS: Brazil, Russia, India, China, and South Africa. Yes. 11. The United Nations University is at Tokyo, Japan. 12. The seat of International Criminal Court is at Hague. 13. The term of office of a judge of the International Court of Justice is 9 years. 14. The International Criminal Court came to existence in 2002. 15. International trade is regulated by which of the following organization? World Trade Organization. 16. World Trade Organization is the successor to GATT. 17. Who is the founder of Red Cross? Henry Dunant. 18. Which of the following organization is popularly called the World Bank? International Bank of Reconstruction and Development. വായിക്ക് ശരിയാ.
ചേച്ചി ഡിസ്കണക്ട് ആയി. പോയാ വന്നല്ലോ. Which is not a member of BRICS? South Korea. Yes. 11. The United Nations University UNU is at Tokyo, Japan. 12. The seat of International Criminal Court is at Hague. 13. The term of office of a judge of the International Court of Justice is 9 years. 14. The International Criminal Court came into existence in 2002. International trade is regulated by which of the following organization? WTO. WTO is a successor to GATT. GATT. 17. Who is the founder of Red Cross? Henry Dunant. 18. Which of the following organization is popularly called World Bank? International Bank of Reconstruction and Development. Yes. 19. Secretariat of SAARC. സാർക്ക് എന്ന് പറഞ്ഞ എന്തോ മക്കളെ? സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ. എന്താണ്? സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ. കോഓപ്പറേഷൻ. കണ്ടോ സൗത്ത്. യെസ്. ഇതെവിടെയാണ്? സെക്രട്ടേറിയറ്റ് എവിടെയാണ്? കാഠ്മണ്ഡു, നേപ്പാൾ. കാഠ്മണ്ഡു, നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ്. കാഠ്മണ്ഡു. നേപ്പാളിന്റെ തലസ്ഥാനം ഏതാണ്? കാഠ്മണ്ഡു. കാഠ്മണ്ഡു ആണോ? അതെ. കാഠ്മണ്ഡുവിനെ കുറിച്ച് പറയുന്ന ഒരു മലയാള സിനിമയുണ്ട്. ഏതാ? യോധ. Yes. The smallest member country is in SAARC. സാർക്കിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? മാൽദീവ്സ് ആണ് സാർക്കിലെ ഏറ്റവും ചെറിയ രാജ്യം. The first ever woman secretary of SAARC. സാർക്കിന്റെ ആദ്യത്തെ വനിതാ സെക്രട്ടറി ആരാണ്? ഫാത്തിമ ദിയാന സയ്യിദ്. മിസ്സസ് ഫാത്തിമ ദിയാന സയ്യിദ്. ഓക്കെ. അടുത്ത്. The first African to become the Secretary General of United Nations. ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരാൾ ആരായി? ആദ്യത്തെ ആഫ്രിക്കൻ ജനറൽ സെക്രട്ടറിയായ ആദ്യത്തെ ആഫ്രിക്കക്കാരൻ ആരാണ്? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ കേട്ടോ. UN ജനറൽ അസംബ്ലിയുടെ ജനറൽ സെക്രട്ടറിയായ ആദ്യത്തെ ആഫ്രിക്കൻ വംശജനാര്? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ആരാണ്? ബൗട്രോസ് ഖാലി. ഓക്കെ. അടുത്തത് UN എന്തുണ്ട്? 10 ഒഫീഷ്യൽ ലാംഗ്വേജ്. 6 ഒഫീഷ്യൽ ലാംഗ്വേജ്. UN-ന് 6 ഔദ്യോഗിക ഭാഷകൾ. അടുത്തതോ? ഏതൊക്കെയാണ് ഔദ്യോഗിക ഭാഷകൾ? അറബിക്, ചൈനീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ, സ്പാനിഷ് ഓഫ് വിച്ച് ഇംഗ്ലീഷ് അല്ലേ? പിന്നെ ഫ്രഞ്ച് ആൻഡ് സ്പാനിഷ് ആർ ദ 3 വർക്കിംഗ് ലാംഗ്വേജസ്. അതൊക്കെ കോഡ് വെച്ച് പഠിച്ചോ കേട്ടോ. ഇംഗ്ലീഷ്, സ്പാനിഷ്, ACEFRS കേട്ടോ. വായിച്ചേ കേക്കട്ടെ. 19. The Secretariat of SAARC is located in Kathmandu, Nepal. 20. Smallest member country in SAARC, Maldives. 21. The first ever woman Secretary General of SAARC, Mrs. Fatimat Diana Saeed. 22. The first African to become the Secretary General of United Nations was Boutros Ghali. UN has 6 official language.
Arabic, Chinese, English, French, Russian, and Spanish, of which English, French, and Spanish are the 3 working languages. യെസ്, അടുത്തത്. 19th. The Secretariat of SAARC is located in Kathmandu, Nepal. 20. Smallest member country in SAARC, Maldives. 21. First ever woman Secretary General of SAARC, Mrs. Fatima Diana Saeed. 22. The first African to become Secretary General of United Nations was Boutros Ghali. യെസ്, UN has 6 official languages. യെസ്, 6 official languages of UN are Arabic, Chinese, English, French, Russian, and Spanish, of യെസ്, which English, French, and Spanish are 3 working languages. യെസ്. അപ്പോൾ ഇതും കൂടെ തീർത്തിട്ട് നിർത്തിയാൽ പോരെ? യെസ്. വിച്ച് ഓർഗൻ ഓഫ് യുണൈറ്റഡ് നേഷൻ ഹാസ് സീസ്ഡ് ഇറ്റ് ടു ബി ഓപ്പറേഷണൽ? താഴെ പറയുന്ന ഒരെണ്ണം പ്രവർത്തിക്കത്തില്ല. യുണൈറ്റഡ് നേഷൻ്റെ ഒരു ഓർഗൻ പ്രവർത്തിക്കുന്നതേ ഇല്ല. ഏതാണ്? Trusteeship Council. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. കാര്യം എന്താണെന്ന് അറിയാമോ? എന്താ? UN അംഗരാജ്യങ്ങൾക്ക് പരസ്പരം ട്രസ്റ്റ് ഇല്ല. ട്രസ്റ്റ്, വിശ്വാസം ഉണ്ടെങ്കിലല്ലേ അത് പ്രവർത്തിക്കൂ, അല്ലേ? അതെ, അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിക്കണം. എന്താണ്? ദ ഓർഗനൈസേഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻസ് സീസ്ഡ് ടു ഓപ്പറേഷണൽ. പ്രവർത്തിക്കാത്ത UN-ന്റെ ഒരു ഘടകം ഏതാണ്? എന്താണ്? ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. അംഗരാജ്യങ്ങൾക്ക് ആർക്കും പരസ്പരം വിശ്വാസമില്ല. അതുകൊണ്ട് ആ ട്രസ്റ്റ് വേണ്ടാന്നങ്ങ് തീരുമാനിച്ചു. മനസ്സിലായോ? ദ യുണൈറ്റഡ് നേഷൻസ് ലൈബ്രറി ഈസ് അറ്റ് ഡാഷ്. യുണൈറ്റഡ് നേഷൻ ലൈബ്രറി ഉണ്ട്. എവിടെയാണ്? ന്യൂയോർക്കിലാണ്. യെസ്. യുണൈറ്റഡ് നേഷൻ്റെ ആസ്ഥാനം ഏതാണ്? ഏതാണാവോ? മറിച്ച് നോക്കുകയാണ്. പെട്ടെന്നാട്ടെ. കിട്ടിയോ? ഇല്ല, നോക്കണം. പെട്ടെന്നാട്ടെ. ന്യൂയോർക്ക്. ഇത് മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയാ ഞാൻ ചോദിച്ചത്. ഞാന് വേറെന്തോ വിചാരിച്ചാ. യുണൈറ്റഡ് നേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂയോർക്കാണ്. ലൈബ്രറിയും എവിടെയാണ്? ന്യൂയോർക്കിലാണ്. മനസ്സിലായോ മക്കളെ? യെസ്. Refugees are dealt by which international organization? Refugee എന്ന് പറഞ്ഞാൽ എന്താ? അഭയാർത്ഥികളെ ആര് കൈകാര്യം ചെയ്യും? UNHCR. UNHCR എന്ന് പറഞ്ഞാൽ എന്തോ സാധനം? United Nations High Commissioner for Refugees. അതെ, അത്രയോട് കാര്യം. ഞാൻ കേട്ടില്ല, ഒന്നും കൂടെ പറയോ? പറഞ്ഞേ. United Nations High Commissioner for Refugees. റെഫ്യൂജിയെ കൈകാര്യം ചെയ്യുന്നത് യുണൈറ്റഡ് നേഷന്റെ ഹൈ കമ്മീഷണറാണ്. റെഫ്യൂജിയെ കൈകാര്യം ചെയ്യുന്നത്. മനസ്സിലായോ? ഹൈ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? ഹൈ കമ്മീഷണറോ? സാധാരണയായി ഹൈ കമ്മീഷൻ എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ബ്രിട്ടനിൽ നിന്ന് പോകുന്ന അംബാസഡർമാരെ വിളിക്കുന്ന പേരാണ് ഹൈ കമ്മീഷണർമാർ. മനസ്സിലായോ? യെസ്. UNCTAD എന്ന് പറഞ്ഞാൽ എന്തോ സാധനം? UNCTAD എന്താണ്? യുണൈറ്റഡ് നേഷൻസ് കോൺഫെഡറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മൾ മുമ്പ് പഠിച്ചില്ലേ? മോളാണോ? ചേച്ചിന്റെ കുട്ടി. അതെ. അടുത്തത്
അടുത്ത എന്തുവാ? യൂണിസെഫ് എന്ന് പറഞ്ഞാൽ എന്താ? യുണൈറ്റഡ് നേഷൻസ്. അത് കുഴപ്പമില്ല. ആ അത് നേരത്തെ നമ്മൾ പറഞ്ഞു. എന്ത് ഫണ്ട്? നിങ്ങളൊക്കെ മറന്നു പോവും അല്ലേ? ആന്നേ. ഓ ശരി, എന്ത് ചെയ്യാനാ? ദ യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ. പിന്നെന്തിട്ടായിരുന്നു ഈശ്വര? എഫ് ഫണ്ട് അല്ലേ? യെസ്. അടുത്ത എന്താ? അൺസിട്രൽ അറിയാമോ? ഇല്ല. ആ ഈ പിന്നെ പറയണ്ട മക്കളെ, നിങ്ങളിങ്ങനെ ഇരുന്നാലോ. എങ്ങനെയെങ്കിലും ഒന്ന് നിർത്ത് സാറേന്ന് പറഞ്ഞിരിക്കും അല്ലേ? അതല്ല, ഞാൻ ഇതൊക്കെ കൂടി എങ്ങനെ ഓർത്ത് യുണൈറ്റഡ് നാഷൻസ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ. അതെ, ഒന്നുകൂടെ പറഞ്ഞേ. യുണൈറ്റഡ് നാഷൻസ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ. മനസ്സിലായല്ലോ? യെസ്, യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ. ഓക്കെ, അപ്പോൾ 4 പറഞ്ഞല്ലോ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ? താഴെ കാണുന്നതിൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ഏതാണ്? ആംനസ്റ്റി ഇന്റർനാഷണൽ. റെഡ് ക്രോസ് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതാ? ഹെൽത്തുമായി ബന്ധപ്പെട്ടതാണ്. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ പ്രവർത്തനം ഇല്ല അല്ലേ? യെസ്. വിച്ച് നേഷൻസ് ഗോട്ട് നോബൽ പ്രൈസ് ഫോർ ദ പീസ് ഫോർ 3 times? സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം 3 തവണ കിട്ടിയത് ഓർഗനൈസേഷൻ ഏതാണ്? റെഡ് ക്രോസ്. അടുത്തത് വെൻ ILO എന്ന് പറഞ്ഞാൽ എന്തുവാ? ലേബർ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ്. എന്നാണ് ലേബർ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്? എന്നാണ്? 1919 ഇന്ത്യ നടന്നൊരു സംഭവം പറഞ്ഞേ. ജാലിയൻ വാലാബാഗ് മസാക്കർ. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് UNHCR എന്താണ്? ജനീവ. യെസ്, വായിച്ചേ കേക്കട്ടെ. 23. Which organ of United Nations has ceased to be operational? Trusteeship Council. 24. United Nations Library is at New York. 25. Refugees are dealt by which international organization? UNHCR. 26. Which among the following is a human rights organization? Amnesty International. Which organization got Nobel Prize for Peace 3 times? Red Cross. When was ILO established? 1919. Headquarters of UNHCR, Geneva. 23. Which organ of United Nations has ceased to be operational? Trusteeship Council. 24. United Nations Library is at New York. 25. Refugees are dealt by which international organization? UNHCR. 26. Which among the following is a human rights organization? Amnesty International. Which organization got Nobel Prize for Peace 3 times? Red Cross. When was ILO established? 1919. Headquarters of UNHCR, Geneva. യെസ്, നോക്കൂ. ഇനി എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 4 ഉള്ളൂ അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഈസ് നോട്ട് എ UN കൺട്രി? താഴെ പറയുന്നതിൽ UN മെമ്പർ അല്ലാത്ത രാജ്യം ഏതാ? തായ്വാൻ. അപ്പോൾ അതെങ്ങനെ എഴുതും? UN എല്ലാ മെമ്പറേയും കാണാതെ പഠിക്കേണ്ടി വരും. എത്ര പേരുണ്ട് UN? 169 അംഗരാജ്യങ്ങളുണ്ട് കേട്ടോ. അയ്യോ, മനസാക്ഷിയില്ലാണ്ട് പറയാം. ശരി, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് മെമ്പർക്ക് ശരിയാ, 169 പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എഴുതാൻ പറ്റില്ലല്ലോ. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് IBRD എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അതിന്റെ അപരനാമധേയം എന്താ? വേൾഡ് ബാങ്കിന് എന്നും പറഞ്ഞൊരു കഥാപാത്രം ഒരു സിനിമയുണ്ട്. ഏതാ? നിറ. യെസ്. 28. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് IBRD എവിടെയാണ്? വാഷിംഗ്ടൺ.
വാഷിങ്ടണും വാഷിങ്ടൺ DC രണ്ടും രണ്ടാണ് കേട്ടോ. ആ ഓ ശരി. വാഷിങ്ടൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, വാഷിങ്ടൺ DC എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വാഷിങ്ടൺ DC ആണ് ക്യാപിറ്റൽ കേട്ടോ. ആ ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ എന്നാണ് DC അറിയപ്പെടുന്നത്. ഉം. 193ാമത്തെ UN-ലെ മെമ്പർ ഏതാണ്? സൗത്ത് സുഡാൻ. സൗത്ത് സുഡാൻ. സൗത്ത് സുഡാൻ. അപ്പൊ 193 ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. When did India become a member of UNO? UNA-യിൽ ഇന്ത്യ മെമ്പറായ ദിവസം ഏതാ? വർഷം ഏതാണ്? ഏതാ വർഷമാണ്? 1945. അന്ന് നമുക്ക് സ്വാതന്ത്ര്യം പോലും കിട്ടിയിട്ടില്ല. ബ്രിട്ടീഷുകാർ ചെയ്ത പുണ്യമാണ്. ഓക്കെ, വായിക്കൂ കേക്കട്ടെ. 27. Which of the following countries is not a UN member country? Taiwan. 28. Headquarters of IBRD, Washington. The 193rd member of UN, South Sudan. When did India become a member of UNO? 1945. ശരി വായിച്ചേ. 27. Which of the following countries is not a UN member country? Taiwan. 28. Headquarters of IBRD, Washington. The 193rd member of UN, South Sudan. When did India become a member of UNO? 1945. യെസ്. അപ്പോൾ എല്ലാ രണ്ടുപേരും